അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് നടത്തിയ സ്ഫോടനാത്മകമായ പ്രസ്താവനകൾ വാഷിംഗ്ടണിന് കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക വലിയൊരു തന്ത്രപരമായ പരാജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് ടെഹ്റാൻ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ വിദേശ നയങ്ങൾ ആവർത്തിച്ചുള്ള തെറ്റായ കണക്കുകൂട്ടലുകളിൽ അധിഷ്ഠിതമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇറാനിയൻ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന വാഷിംഗ്ടണിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞ ഉപദേഷ്ടാവ് രാജ്യം മുമ്പത്തേക്കാളും സുശക്തവും ഐക്യത്തോടെയും നിലകൊള്ളുകയാണെന്ന് വ്യക്തമാക്കി. പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ ഇറാനെ തളർത്തുന്നതിനു പകരം ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് സഹായിക്കുന്നതെന്ന വസ്തുത അമേരിക്ക തിരിച്ചറിയുന്നില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു. മേഖലയിലെ അമേരിക്കയുടെ തുടർച്ചയായ ഇടപെടലുകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് ലോകം മുഴുവൻ കാണാൻ പോകുകയാണെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വൻ ശക്തി എന്ന നിലയിലുള്ള അമേരിക്കയുടെ ഗർവ് തകർക്കപ്പെടുമെന്നും അതിന്റെ ആഘാതം ആഗോളതലത്തിൽ ദൃശ്യമാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. നയതന്ത്ര ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായ ഈ സാഹചര്യത്തിൽ ഇരുപക്ഷവും പരസ്പരം മുന്നറിയിപ്പുകൾ കൈമാറുന്നത് ഒരു വലിയ യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. അമേരിക്കൻ വിദേശ നയത്തിലെ പാളിച്ചകളെ ഇറാൻ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നേരിട്ട തിരിച്ചടികൾക്ക് ശേഷം പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ അമേരിക്ക പാടുപെടുകയാണ്. ഇതിനിടയിലാണ് ഇറാന്റെ സൈനിക ശേഷിയും നയതന്ത്ര കരുത്തും വർദ്ധിക്കുന്നത്. ഇറാന്റെ ഈ മുന്നേറ്റം തടയാൻ അമേരിക്ക പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെല്ലാം വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നതെന്ന് സൈനിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടുത്ത പ്രതികരണം അമേരിക്കയുടെ ദയക്കായുള്ള ചർച്ചകൾക്ക് മറുപടിയാണെന്നാണ് ചില കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ അമേരിക്ക രഹസ്യമായി ചർച്ചകൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചു എന്ന വാർത്തകളെ ശരിവെക്കുന്ന രീതിയിലാണ് ഇറാന്റെ പ്രതികരണം. തങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് അംഗീകരിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. തന്ത്രപരമായ പരാജയം എന്നതുകൊണ്ട് ഇറാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ ആഗോള സാമ്പത്തിക സൈനിക മേധാവിത്വത്തിന്റെ തകർച്ചയാണ്. ഡോളറിനെ ആശ്രയിക്കാത്ത സാമ്പത്തിക ഇടപാടുകളും തദ്ദേശീയമായ സൈനിക സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ഇറാൻ അമേരിക്കൻ ഉപരോധങ്ങളെ ഫലപ്രദമായി മറികടക്കുന്നു. ഇതിന് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങളുടെ മുനയൊടിക്കുന്നുണ്ട്. പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവിന്റെ വാക്കുകൾ ഇറാനിയൻ ജനതയുടെ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. വിദേശ ശക്തികളുടെ കടന്നുകയറ്റത്തെ എക്കാലവും എതിർത്ത ചരിത്രമാണ് ഇറാന്റേത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുൻപിൽ തലകുനിക്കാത്ത ഒരു ജനതയെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നു. ഈ ആത്മവിശ്വാസം വരുന്നത് ഇറാന്റെ മിസൈൽ ശേഷിയിൽ നിന്നും ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ നിന്നും കൂടിയാണ്. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ വരും ദിവസങ്ങളിൽ സൈനികമായ നീക്കങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഇറാന്റെ നാവികസേന സജീവമാണ്. അമേരിക്കൻ പടക്കപ്പലുകളുടെ നീക്കങ്ങളെ അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ആഗോള എണ്ണ വിപണിയെ ഈ സംഘർഷം എങ്ങനെ ബാധിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. പശ്ചിമേഷ്യയിൽ അസ്ഥിരതയുണ്ടായാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കും. അമേരിക്കയുടെ വിവേചനരഹിതമായ നടപടികൾ ഊർജ പ്രതിസന്ധിക്ക് കാരണമാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ സൈന്യത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും റിഫാത്ത് ജാവേദിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. വലിയൊരു യുദ്ധത്തിന് അമേരിക്കൻ സൈന്യം എത്രത്തോളം സജ്ജമാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതിന് വിപരീതമായി ഇറാൻ തങ്ങളുടെ സൈനികരെ മാനസികമായും ശാരീരികമായും തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അസമമിത യുദ്ധമുറയിൽ ഇറാൻ നേടിയ വൈദഗ്ധ്യം അമേരിക്കയെ പോലെ ഒരു വൻ ശക്തിക്ക് വലിയ വെല്ലുവിളിയാണ്. ഇറാന്റെ ഈ പുതിയ പ്രസ്താവന അമേരിക്കയ്ക്ക് നൽകുന്നത് ഒരു തുറന്ന വെല്ലുവിളിയാണ്. തന്ത്രപരമായ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അമേരിക്ക തയ്യാറാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലെയും സമാധാനം അമേരിക്കയുടെ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഇറാന്റെ പരമാധികാരത്തെ മാനിക്കാതെ നടത്തുന്ന ഏതൊരു നീക്കവും അമേരിക്കയെ കൂടുതൽ വലിയ പരാജയത്തിലേക്ക് മാത്രമേ നയിക്കൂവെന്ന് ടെഹ്റാൻ ഉറപ്പിച്ചു പറയുന്നു. ലോകം മറ്റൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിന്റെ സൂചനയാണിത്.